അർജുൻ ഒരു പരാജയപ്പെട്ട എഴുത്തുകാരനായിരുന്നു. ജീവിതത്തിൻ്റെ രണ്ടറ്റവും മുട്ടിക്കാൻ കഷ്ടപ്പെടുന്നതിനിടയിൽ അവൻ്റെ ഉള്ളിലെ കഥാകാരൻ എപ്പോഴും മരിച്ചിരുന്നു. കടബാധ്യതകളും നിരാശയും അർജുനെ നഗരത്തിലെ ഒരു ഇരുണ്ട ഇടവഴിയിലെത്തിച്ചു. അവിടെയാണ് ചുവരുകളിൽ പായൽ പിടിച്ച മരവാതിൽ പകുതി തുറന്ന നിലയിലുള്ള ആ കൊച്ചു പുസ്തകശാല അവൻ കണ്ടത്. നിഴൽ പുസ്തകശാല. പുസ്തകശാലയുടെ പേര് അവൻ വായിച്ചു. കടയ്ക്കുള്ളിൽ പഴയ പുസ്തകങ്ങളുടെ മണമുണ്ടായിരുന്നു. മങ്ങിയ മഞ്ഞ വെളിച്ചത്തിൽ കുന്നുകൂടിയ പുസ്തകങ്ങൾക്കിടയിൽ കണ്ണട ധരിച്ച ഒരു വൃദ്ധൻ ഇരിക്കുന്നുണ്ടായിരുന്നു. "നിനക്ക് വേണ്ടത് ഇവിടെയുണ്ട്," അർജുൻ എന്തെങ്കിലും ചോദിക്കുന്നതിനു മുൻപേ വൃദ്ധൻ പറഞ്ഞു. അദ്ദേഹം പൊടിപിടിച്ച ഒരു വലിയ പുസ്തകം അവന് നേരെ നീട്ടി. അതിൻ്റെ പുറം ചട്ടയിൽ സ്വർണ്ണലിപികളിൽ എഴുതിയിരിക്കുന്നു, "അർജുൻ്റെ ജീവിതം." അർജുൻ അത്ഭുതത്തോടെ ആ പുസ്തകം തുറന്നു. അവൻ്റെ കുട്ടിക്കാലം, ആദ്യത്തെ പ്രണയം, എഴുതിയെങ്കിലും ആരും പ്രസിദ്ധീകരിക്കാത്ത കഥകൾ എല്ലാം അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പുസ്തകത്തിൻ്റെ പകുതിയോളം കഴിഞ്ഞപ്പോൾ വായന പെട്ടെന്ന് നിലച്ചു. അടുത്ത പേജുകളെല്ലാം വെളുത്തതാണ്, തികച്ചും ശൂന്യം. "ഇതെന്താ ബാക്കി പേജുകൾ ശൂന്യമായിരിക്കുന്നത്?" അർജുൻ ചോദിച്ചു. വൃദ്ധൻ ചിരിച്ചു. "ഇതുവരെയുള്ളത് വിധി എഴുതിയതാണ്. ഇനി അങ്ങോട്ടുള്ളത് നിനക്കെഴുതാം. ഇതിൽ നീ എന്തെഴുതുന്നുവോ അത് നിൻ്റെ ജീവിതമായി മാറും. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. ഒരിക്കൽ എഴുതിയത് മാറ്റാൻ കഴിയില്ല." അർജുൻ ആവേശത്തോടെ ആ പുസ്തകവുമായി വീട്ടിലെത്തി. അവൻ എഴുതാൻ തുടങ്ങി. താൻ വലിയൊരു എഴുത്തുകാരനാകുന്നതും സാമ്പത്തികമായി ഉയരുന്നതും ലോകം മുഴുവൻ തന്നെ ആദരിക്കുന്നതും അവൻ ആ വെളുത്ത പേജുകളിൽ എഴുതി ചേർത്തു. ദിവസങ്ങൾക്കുള്ളിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അർജുൻ എഴുതിയ നോവലുകൾ ഹിറ്റായി. പണം അവനെ തേടിയെത്തി. അവൻ ആഗ്രഹിച്ച പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തി. പക്ഷേ എഴുതുന്ന കാര്യങ്ങൾ സത്യമാകുന്ന ലഹരിയിൽ അവൻ ഒരു കാര്യം മറന്നുപോയി. ഓരോ പേജ് കഴിയുന്തോറും പുസ്തകത്തിൻ്റെ കനം കുറഞ്ഞു വരികയായിരുന്നു. ഒരു രാത്രിയിൽ അടുത്ത 10 വർഷത്തെ തൻ്റെ ആഡംബര ജീവിതത്തെക്കുറിച്ച് എഴുതാൻ പുസ്തകം തുറന്ന അർജുൻ ഞെട്ടിപ്പോയി. പുസ്തകത്തിൽ ഇനി ഒരേയൊരു പേജ് മാത്രമേ ബാക്കിയുള്ളൂ. അവസാനത്തെ ആ ഒറ്റ പേജിന് മുന്നിൽ അർജുൻ സ്തംഭിച്ചു നിന്നു. തൻ്റെ ആഗ്രഹങ്ങൾ ഓരോന്നായി എഴുതി തീർത്തപ്പോൾ സ്വന്തം ആയുസ്സിൻ്റെ പേജുകളാണ് താൻ മറിച്ചു കളഞ്ഞത് എന്ന് അവൻ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. അവൻ ആ പുസ്തകവുമായി വീണ്ടും ആ ഇടവഴിയിലേക്ക് ഓടി. എന്നാൽ അവിടെ ആ പഴയ കെട്ടിടത്തിൻ്റെ സ്ഥാനത്ത് അടഞ്ഞുകിടക്കുന്ന ഒരു തുരുമ്പിച്ച ഗേറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. നിരാശയോടെ അവൻ ആ ഗേറ്റിന് മുന്നിൽ തളർന്നിരുന്നു. പെട്ടെന്ന് കാറ്റിൽ ഒഴുകി വന്നതുപോലെ ആ വൃദ്ധൻ്റെ ശബ്ദം അവൻ്റെ കാതുകളിൽ മുഴങ്ങി. "നീ എഴുതിയത് നിൻ്റെ നേട്ടങ്ങൾ മാത്രമാണ് അർജുൻ. നിനക്ക് ചുറ്റുമുള്ള മനുഷ്യരെ നീ ആ പേജുകളിൽ എവിടെയെങ്കിലും ഓർത്തോ?" അർജുൻ വിറയ്ക്കുന്ന കൈകളോടെ ആ അവസാന പേജ് തുറന്നു. പ്രശസ്തിക്കും പണത്തിനും പകരം ആ പേജിൽ അവൻ ഇങ്ങനെ എഴുതി: "ഈ പുസ്തകത്തിലെ അധ്യായങ്ങൾ എൻ്റേതല്ല. ഇത് വായിക്കുന്ന ഓരോരുത്തരുടേതുമാണ്. ഇതിലെ ബാക്കി പേജുകൾ ഒരിക്കലും അവസാനിക്കരുത്. ഓരോ വായനക്കാരനും തനിക്ക് നഷ്ടപ്പെട്ട പ്രതീക്ഷകൾ ഈ വെളുത്ത പേജുകളിൽ കണ്ടെത്തട്ടെ." അവൻ എഴുതി നിർത്തിയതും ആ പുസ്തകത്തിൽ നിന്ന് ഒരു പ്രകാശം പുറപ്പെട്ടു. അർജുൻ്റെ കയ്യിലിരുന്ന പുസ്തകം പെട്ടെന്ന് അപ്രത്യക്ഷമായി. പിറ്റേന്ന് രാവിലെ നഗരത്തിലെ ഏറ്റവും വലിയ ലൈബ്രറിയുടെ വരാന്തയിൽ ഒരു പഴയ പുസ്തകം ആരോ ഉപേക്ഷിച്ച നിലയിൽ കാണപ്പെട്ടു. അതിൻ്റെ പുറംചട്ടയിൽ ഇപ്പോൾ പേരുണ്ടായിരുന്നില്ല. ആരത് തുറന്നാലും അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഓർമ്മകൾ അതിൽ തെളിഞ്ഞു വരും. അർജുൻ പിന്നീട് ഒരിക്കലും പ്രശസ്തനായ എഴുത്തുകാരനായി ജീവിച്ചില്ല. പകരം ഇടവഴിയിലെ തകർന്ന കെട്ടിടത്തിനു മുന്നിൽ അവനൊരു കൊച്ചു ചായക്കട തുടങ്ങി. തൻ്റെ കടയിൽ വരുന്ന ഓരോ അപരിചിതനോടും അവൻ ചോദിക്കും, "നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു അധ്യായമുണ്ടോ?" അവർ കഥകൾ പറയുമ്പോൾ അർജുൻ പുഞ്ചിരിച്ചുകൊണ്ട് ദൂരേക്ക് നോക്കും. അവിടെ മഞ്ഞിനിടയിൽ ഒരു നിഴൽ പോലെ ആ പഴയ പുസ്തകശാല ഇപ്പോഴും ദൃശ്യമാകുന്നുണ്ടായിരുന്നു. തൻ്റെ ആയുസ്സ് ആ പുസ്തകത്തിന് നൽകിക്കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിന് അവൻ നിറം പകരുകയായിരുന്നു.